ഇന്ന് മെയ് 29 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സെഷൻ ഇൻവെസ്റ്റേഴ്സിന് ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡിലാക്കിയ ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു. തുടക്കത്തിൽ US ഇറാൻ തമ്മിലുള്ള 60 ഡേയ്സിന്റെ ട്രൂസ് എക്സ്റ്റൻഷൻ വാർത്തയും IT സ്റ്റോക്സിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ബൈയിങ്ങും മാർക്കറ്റിന് വലിയ സപ്പോർട്ട് നൽകി. മോർണിംഗ് സെഷനിൽ സെൻസെക്സും നിഫ്റ്റിയും ശക്തമായിട്ട് റാലി ചെയ്തെങ്കിലും വൈകുന്നേരത്തോടെ ഒരു പിക്ചർ വല്ലാതെ മാറുകയാണ് ഉണ്ടായത്. ലേറ്റ് ആഫ്റ്റർനൂണിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ കുറിച്ചുള്ള ആശങ്കകളും മാർക്കറ്റിനെ ശക്തമായിട്ട് താഴേക്ക് വലിച്ചു. പീക്കിൽ നിന്ന് സെൻസെക്സ് 1000 പോയിന്റിലധികം ക്രാഷ് ചെയ്ത് അവസാനിക്കുമ്പോൾ 24,775 ക്ലോസ് ചെയ്യുന്നത് കണ്ടത്. നിഫ്റ്റി 23,547 ബാങ്ക് നിഫ്റ്റി 54,239 ക്ലോസ് ചെയ്തത്. ടോപ്പ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ വിപ്രോ വലിയ ശ്രദ്ധ നേടി. സർവീസ് നൗ AI ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഒപ്റ്റിമിസം, പുതിയ ബൈബാക്ക് അനൗൺസ്മെന്റ് ഇവയൊക്കെ കാരണം സ്റ്റോക്ക് മോർണിംഗിൽ നല്ല ശക്തി കാണിച്ചു. ONGCയും ഫോക്കസിൽ തുടരുകയായിരുന്നു. ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ പിന്തുണ കമ്പനിയുടെ Q4 നെറ്റ് പ്രോഫിറ്റ് 53% ഉയർന്ന് 13,674 കോടി എത്തിയെന്ന വാർത്ത സ്റ്റോക്കിന് ഇനീഷ്യൽ ബൂസ്റ്റ് നൽകി. എന്നാൽ മാർക്കറ്റ് വൈഡ് സെൽ ഓഫ് കാരണം ഗെയിനേഴ്സ് പിന്നീട് പ്രഷറിലായി. ഏഷ്യൻ പെയിന്റ്സും ഇൻട്രാഡേയിൽ വോളറ്റാലിറ്റിയിൽ ശ്രദ്ധ നേടി. സ്ട്രോങ് Q4 റിസൾട്ട് പ്രഖ്യാപിച്ച് പ്രോഫിറ്റ് 1,160 കോടിയായിട്ട് ഉയർന്നെങ്കിലും സ്റ്റോക്ക് സെഷൻ മുഴുവൻ ഒരു ഷാർപ്പ് സിംഗ് കാണിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര, HCL ടെക്, വിപ്രോ. ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, ഇൻഡിഗോ, ONGC. മൊത്തത്തിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനും ക്രൂഡ് ഓയിൽ മൂവ്മെന്റിനും ക്ലോസ്ലി ട്രാക്ക് ചെയ്യുന്ന ഒരു പ്രഷറിലാണുള്ളത്. വോളറ്റാലിറ്റി ഷോർട്ട് ടൈമിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വീക്കെൻഡോടനുബന്ധിച്ച് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ക്രാഷ് തീർച്ചയായിട്ടും മൺഡേ ഒരു റിക്കവറിക്കുള്ള സാധ്യത കൂടി നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഒരു ഫോള് റിക്കവർ ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും മൺഡേ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.